coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റേമ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 1984 ഏപ്രിൽ 4 മെജൂറിയ കുന്നിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ ഇപ്രകാരം തൻ്റെ മക്കളോട് പറഞ്ഞു: ഞാൻ പറയുന്നത് ഗൗരവമായി എടുക്കൂ. ജനങ്ങളുടെ ഇടയിൽ ദൈവം ആഗതനാകുന്നത് തമാശ പറയുവാനല്ല, ഗൗരവമായ കാര്യങ്ങൾ അറിയിക്കാനാണ്. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമ്മളേവരും ഒന്ന് ശ്രദ്ധിച്ച് സ്ക്രീനിൽ ആ വാക്കുകൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അമ്മ എന്താ നമ്മോട് പറയുന്നത്? ഞാൻ പറയുന്ന വാക്കുകൾ മക്കളെ നിങ്ങളേവരും ശ്രദ്ധിക്കണം. ദൈവം നമ്മുടെ മധ്യേ വെളിപ്പെടുന്നത് തമാശ പറയുവാനല്ല, ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് വേണ്ട ഗൗരവബോധം നമ്മൾ വളരെ സീരിയസ് ആയി കർത്താവ് പറയുന്ന വചനങ്ങളോട്, പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകളോട് യെസ് പറയുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. അമ്മ എന്താ പറയുന്നത്? നിങ്ങൾ വളരെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ സ്വീകരിക്കണം. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. ലോത്തിന്റെ മരുമക്കൾക്ക് പറ്റിയതുപോലെ നമുക്ക് ആർക്കും സംഭവിക്കരുത്. ദൈവത്തിന്റെ ന്യായവിധി ലോത്ത് തന്റെ മരുമക്കൾ അറിയിച്ചപ്പോൾ അവരെന്താ പറഞ്ഞ? അപ്പാ, ഞങ്ങളോട് തമാശ പറയരുത്. ദൈവത്തിന്റെ സന്ദേശങ്ങളെ, ദൈവത്തിന്റെ സ്നേഹ താക്കീതുകളെ തമാശയായി, കുട്ടിക്കഥയായി അവർ കണക്കിലെടുത്തു. തന്മൂലം അവർ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാവുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വർഗീയ പദ്ധതിയോട് പൂർണ്ണമായും കീഴ്പ്പെടുവാൻ നമുക്ക് സാധിക്കണം. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 45 വചനത്തിൽ നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സിനെ തുറക്കുകയാണ്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും വചനത്തിന്റെ മർമ്മങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. ഈ സമയം കൂടുതൽ ആഗ്രഹത്തോടെ
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും അധികമായി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനായി, ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിതമാകുവാൻ, വചനത്തിന്റെ വൈശിഷ്ട്യം ദർശിക്കുവാൻ കർത്താവേ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. എൻ്റെ ആത്മീയ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. ഒരു നിമിഷം പരിശുദ്ധാത്മാവ് നമുക്ക് വിളിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വരുന്നില്ലെങ്കിൽ ഈ ശുശ്രൂഷ എല്ലാം വ്യർത്ഥമാണ്. നമുക്ക് ആർക്കും ദൈവകൃപയിൽ വളരാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മ നിറവിനായി, വചനത്തിന്റെ ആത്മാവായി നമ്മിലെല്ലാവരിലും പരിശുദ്ധാത്മ നിറയപ്പെടുവാൻ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് വലിയ സ്നേഹത്തോടെ ഒരുമിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കം ഹോളി സ്പിരിറ്റ്. എല്ലാവരും 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങൾ വസിക്കേണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. വചനം ഞങ്ങളെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ദൈവരാജ്യത്തിന് വേലകൾക്കായി, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഉപയോഗിക്കണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഹോളി സ്പിരിറ്റ്, ആത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റസ്. കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച്. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഞങ്ങളെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ പരിശുദ്ധാത്മാവേ ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ആത്മാവേ സ്നേഹം നിറച്ചു നീ എല്ലാവരും ആഗ്രഹിച്ച് ആത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ സ്നേഹം നിറച്ച്, കൃപ നിറച്ച്, വചനം നിറച്ച്, പരിശുദ്ധാത്മാവേ ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ. വചനം ഗ്രഹിക്കുവാൻ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളെല്ലാവരും വചനത്തിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാൻ നമ്മെല്ലാവരെയും പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയം. ദൈവശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ പുതുക്കപ്പെടുവാനും കർത്താവ് തരുന്ന ആലോചനകളാൽ നമ്മുടെ ജീവിതങ്ങൾ പണിതുയർത്തപ്പെടുവാനും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഉജ്ജ്വലിക്കുവാനുമായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു.
തിരുവചനങ്ങളിലെ പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണവും. വിശുദ്ധ ബൈബിൾ ഒരു പ്രവചന പുസ്തകമല്ല, എന്നാൽ അനേകം പ്രവചനങ്ങൾ വേദപുസ്തകത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വ്യക്തികളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും ദേശങ്ങളെക്കുറിച്ചും പല ജനതകളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുള്ള 100 പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിൽ നമ്മൾ ഏതാനും ചില പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണവും കാണുകയായിരുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ വിഭജനം, പിന്നീട് ഇസ്രായേലിൻ്റെ ചിതറിപ്പോകൽ, ലോകത്തിനൊട്ടുമിക്ക രാജ്യങ്ങളിലേക്കും യഹൂദർ ചിതറിക്കപ്പെടുകയാണ്. അതിന് കാരണവും പ്രവചനവും എല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചു. ഈ ആഴ്ചയിലെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനതയുടെ റിസ്റ്റോറേഷനാണ്. ദൈവം അവരെ വീണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുകയാണ്, അവരെ പുനഃസ്ഥാപിക്കുകയാണ്. ഇതിനുള്ള ബന്ധത്തിൽ പല പ്രവചനങ്ങളും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളാണിത്. എന്നാൽ ലോക ചരിത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്രവചനങ്ങളെല്ലാം കൃത്യമായി നിറവേറപ്പെടുകയാണ്. ബൈബിളിലെ ദൈവം ചരിത്രത്തിലെ ദൈവമാണ്. ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ തിരുവചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 11-ാമത്തെ തിരുവചനം നിങ്ങൾ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി ഈ വചനം നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്. അന്ന് അസിറിയ, ഈജിപ്ത്, പാത്രോസ്, എത്യോപ്യ, ഏലാം, ഷീനാർ, ഹാമാത്ത് എന്നിവിടങ്ങളിലും തീരദേശങ്ങളിലും അവശേഷിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ കർത്താവ് 2-ാം പ്രാവശ്യവും കൈനീട്ടും. ഈ വചനം ശക്തമായൊരു പ്രവചന ദൂതാണ്. എന്താണ് കർത്താവ് പറയുന്നത്? എന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ ഞാൻ 2-ാമതും കൈനീട്ടും. കർത്താവിന്റെ കരങ്ങൾ വളരെ പവർഫുള്ളാണ്. കർത്താവിന്റെ കരങ്ങൾക്ക് ഒരു ശോഷിപ്പും ഇന്നോളം സംഭവിച്ചിട്ടില്ല. യെശയ്യാ പ്രവചനം 59:1 നമ്മൾ കാണുന്നുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഏതവസ്ഥയിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ വിമോചിപ്പിക്കുവാൻ കർത്താവിന്റെ കരങ്ങള് ഇന്നും എന്നും ശക്തങ്ങളാണ്. ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുക, എന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ 2-ാം പ്രാവശ്യവും കൈനീട്ടും. ഇസ്രായേൽ ജനത്തിന്റെ റിസ്റ്റോറേഷൻ ആണ്. ചിതറിക്കപ്പെട്ട തന്റെ ജനത്തെ വീണ്ടും ദൈവം ഒന്നിച്ചു കൂട്ടുകയാണ്. എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ചിന്തിച്ചു നോക്കി. 5-10 വർഷങ്ങൾക്ക് ശേഷമല്ല, ഏകദേശം 1900 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാടും ദേശവുമില്ല, ഉറ്റവരുടയവരില്ല. 1900 വർഷം ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിൽ മറ്റു പല ജനതകളോടൊപ്പം പാർക്കുന്ന ഒരു സമൂഹത്തെ വീണ്ടും ഒന്നിച്ചു കൂട്ടെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ലോകരാജ്യ തലവന്മാര് പറഞ്ഞു, ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം അസാധ്യമാണ്. യുണൈറ്റഡ് നേഷൻ പറഞ്ഞു, ഇസ്രായേലിന്റെ റിസ്റ്റോറേഷൻ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത് അസാധ്യമാണ്. വേറെ അനേകര് പറഞ്ഞു, ഭാഷാ പണ്ഡിതര് പറഞ്ഞു, ഹീബ്രു ഭാഷ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. എത്രയോ കാര്യങ്ങൾ, എത്രയോ വ്യക്തികള് ഇതിനോട് ബന്ധത്തിൽ പറഞ്ഞു വെച്ചു. എന്നാൽ ദൈവമായ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കത് അസാധ്യമാകാം, എന്നാൽ എനിക്കത് പോസിബിൾ ആണ്. എന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുവാൻ എനിക്ക് സാധിക്കും. ഈ വചനത്തിന് നിവൃത്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്റെ ജനത്തെ ഒരുമിച്ച് ചേർക്കുവാൻ ഞാൻ 2-ാം പ്രാവശ്യവും കൈനീട്ടും. വീണ്ടും യെശയ്യാ പ്രവചനം
43-ാം അധ്യായം 5-6 വചനങ്ങൾ. ഈ വചനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. സാധിക്കുന്നവർ എഴുതിയെടുക്കണം. ഈ പ്രവചന ദൂതുകളെല്ലാം നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വചനം എന്തുമാത്രം അർത്ഥവത്താണെന്നും വചനത്തിൽ വെളിപ്പെട്ട ഈ സത്യങ്ങളെല്ലാം എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് കൂടുതൽ കൂടുതൽ നാം ബോധ്യപ്പെടുവാൻ ഈ തിരുവചനങ്ങൾ നമ്മൾ പഠിച്ച് ധ്യാനിക്കുന്നത് വളരെ വലിയ അഭിഷേകമാണ്. ഈ വചനത്തിൽ എന്താണ് കർത്താവ് തന്റെ ജനത്തോട് പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുകയെന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ. എത്ര ശക്തമായ പ്രവചന ദൂതാണിത്! ഞാൻ കൽപ്പിക്കും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ എൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന ഏകദേശം ഒരു 50 വർഷമായി ചിന്തിക്കുക. ഈ 50 വർഷമായ അമേരിക്കയിൽ കുടിയേറി പാർക്കുന്നവരോട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് ഇവിടെ നമുക്ക് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മറുപടി? പ്രായമായ കാരണന്മാർ പറയും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഞങ്ങളെ മക്കൾക്ക് ഇന്ത്യ തീരെ പിടിക്കുന്നില്ല. അവർ അമേരിക്കൻ കൾച്ചറിൽ വളർന്നവരാണ്. അമേരിക്ക വിട്ടു പോരാൻ അവർക്ക് താല്പര്യമില്ല. ഒരു 50 വർഷം, എന്തിനാ 50 വർഷം? 20 വർഷമായി ഇംഗ്ലണ്ടിലോ സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ അവിടൊക്കെ പ്രവാസികളായി കഴിയുന്ന നമ്മുടെ മലയാളി കുടുംബങ്ങൾ നല്ലൊരു ശതമാനം അവരവിടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ സംസ്കാരവുമായി അവിടുത്തെ കാര്യങ്ങളൊക്കെയായി അവരെ യോജിച്ചങ്ങ് പോവാണ്. ഇനി മടങ്ങി വരാൻ പോലും ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പലരോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നുണ്ടോ? ഞങ്ങൾ ആ കാര്യം ഉപേക്ഷിച്ചു. നാട്ടിലേക്ക് മടങ്ങി വരാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്നത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. 20 വർഷം, 15 വർഷം, 35 വർഷമായുള്ള അവസ്ഥയത്. അങ്ങനെയാണെങ്കിൽ 1900 വർഷം ചിതറിക്കപ്പെട്ട ഈ ജനത്തെ ആരൊരുമിച്ച് കൂട്ടും? ആർക്കും സാധ്യമല്ല. എങ്ങനെ ഒരുമിച്ച് കൂട്ടും? ആരതിന് നേതൃത്വം കൊടുക്കും? എങ്ങനെ ഇവരെ വിളിച്ചു വരുത്താൻ പറ്റും? ലോകം ചിന്തിച്ചു ഇത് അസാധ്യമാണെന്ന്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടത് രാഷ്ട്ര തലവന്മാരും യുണൈറ്റഡ് നേഷനും മറ്റു പല രാഷ്ട്രതന്ത്രജ്ഞന്മാരും സാമൂഹിക ഭരണകർത്താക്കളൊക്കെ ഒരേപോലെ വിളിച്ചു പറഞ്ഞു, യഹൂദന്റെ തിരിച്ചു വരവ് അസാധ്യമാണെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ എൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുകയെന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ കൽപ്പിക്കും. എത്ര കൃത്യമാണ് ഈ വചനങ്ങൾ! വീണ്ടും ജെറമിയ പ്രവചനം 30-ാം അധ്യായം 3-ാം വചനത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ദൈവം സംസാരിക്കുകയാണ്. ആ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. എന്തെന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന്റെയും യൂദയായുടെയും സുസ്തുതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. കർത്താവാണ് ഇത് പറയുന്നത്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മൾ എത്ര പേര് ഈ വചനം ശരിക്കും ശ്രദ്ധിച്ചു? കർത്താവ് കൃത്യമായി അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനമായി കൊടുത്തിരിക്കുന്ന അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. എങ്ങോട്ടാണ് കർത്താവ് തന്റെ ജനത്തെ കൊണ്ടുവരുന്നത്? ഓസ്ട്രേലിയയിലേക്കല്ല, അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കല്ല. അവിടെ പിതാക്കന്മാർക്ക് ഞാൻ എന്നേക്കും അവകാശമായി കൊടുത്തിരിക്കുന്ന ആ സ്വന്തം സ്ഥലത്തേക്ക് തന്നെ, ആ ദേശത്തേക്ക് തന്നെ ഞാൻ എൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാണ്. യഹൂദന്റെ തിരിച്ചുവരവിന് വേണ്ടി ലോകരാജ്യ തലവന്മാരൊക്കെ പലപ്പോഴും ആ നാളുകളിലെ വലിയ സമ്മേളനങ്ങൾ കൂടി. പലരും പറഞ്ഞു നമുക്ക് അവർക്ക് ഓസ്ട്രേലിയയിൽ സ്ഥലം കൊടുക്കാം. വേറെ പല നേതാക്കളും പറഞ്ഞു
നമുക്ക് ആഫ്രിക്കയിൽ, ഉഗാണ്ടയിൽ അവർക്ക് ഭൂമി കൊടുക്കാം. എന്നാൽ ദൈവം എന്താണ് പറഞ്ഞത്? ആഫ്രിക്കയിലല്ല, ഓസ്ട്രേലിയയിലല്ല, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായി നൽകിയ ആ സ്വന്തം മണ്ണിലേക്ക് തന്നെ ഞാൻ എൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരും. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, ആവർത്തിച്ച് ദൈവം തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ഇത് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും എസെക്കിയേൽ പ്രവചനം 36 അധ്യായം 24 വചനത്തിൽ തന്റെ പ്രവാചകനിലൂടെ വീണ്ടും ദൈവം സംസാരിക്കുകയാണ്. ആ തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം വീണ്ടും സംസാരിക്കുകയാണ്. ജനതകളുടെ ഇടയിൽ നിന്നും സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഏതാണ് ഈ സ്വദേശം? അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദൈവം അവകാശമായി കൊടുത്ത ആ പുണ്യഭൂമി, മിഡിൽ ഈസ്റ്റിന്റെ പ്രതലത്തിൽ നമുക്ക് ഇന്നത് കാണാൻ പറ്റും. ദൈവം അവകാശമായി യഹൂദർക്കത് നൽകിയതാണ്. അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. വീണ്ടും ജെറമിയ പ്രവചനം 16 അധ്യായം 15 വചനത്തിൽ ഇത് തന്നെ ആവർത്തിച്ച് കർത്താവ് സംസാരിക്കുക. എന്തിന് ഇത്രമാത്രം ഈ വചനങ്ങളിലൂടെ ദൈവം ഈ വിഷയം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കാരണം ലോകം ഇമ്പോസിബിൾ ആണെന്ന് വിധിയെഴുതിയ വിഷയമാണിത്. യഹൂദന്റെ മടങ്ങിവരവ് അസാധ്യമാണെന്ന് ലോകം വിളിച്ചു പറഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, നിങ്ങൾക്കത് അസാധ്യമാകാം, എന്നാൽ എനിക്കത് പോസിബിൾ ആണ്. എനിക്ക് അസാധ്യമായ യാതൊന്നുമില്ല. എന്റെ ജനത്തെ ഞാൻ തിരികെ കൊണ്ടുവരും. ഈ തിരുവചന ഭാഗവും നമുക്ക് ഒരുമിച്ച് ആത്മനിറവോടെ വായിക്കാം. തങ്ങളെ തുരുത്തി ഓടിച്ച ഉത്തരദേശത്തു നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. എത്ര ഷാർപ്പാണ് കർത്താവിന്റെ ഈ വാക്കുകള്! അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്തേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. ഇത് അബ്രഹാമുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ലോക ചരിത്രത്തിൽ അതിപ്രാധാന്യമുള്ള 2 കാര്യങ്ങൾ സംഭവിച്ചു. കാലത്തിന് അടയാളങ്ങൾ എന്നുള്ള ആ സെഷന്റെ സമയത്ത് ഇസ്രായേലിന്റെ റിസ്റ്റോറേഷനെ കുറിച്ച് കൂടുതൽ നമ്മൾ ധ്യാനിക്കും. ആ സമയത്ത് നമ്മൾ ഈ ഭാഗങ്ങൾ ആഴത്തിൽ വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. ചരിത്രത്തിൽ വളരെ പ്രാധാന്യതയുള്ള ചില കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുകയാണ്. ഈ ദൈവ പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടുകയാണ്. ലോക ചരിത്രത്തിലേക്ക് നമ്മൾ നോക്ക്. ഇത് ചരിത്രമാണ്. AD 70 AD 135 അത് പൂർണ്ണമായി സംഭവിച്ചു. ലോകത്തിന് വിവിധ ദിക്കുകളിലേക്ക് ചിതറിപ്പോയി യഹൂദന്മാരെ 1900 വർഷങ്ങൾക്ക് ശേഷം, 19 വർഷമല്ല, 1900 വർഷങ്ങൾക്ക് ശേഷം അവർ അവരുടെ പുണ്യഭൂമിയിലേക്ക്, അവരുടെ പിതാക്കന്മാർക്ക് ദൈവം അവകാശമായി കൊടുത്ത അവരുടെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വരികയാണ്. 1948 മെയ് മാസം 14 തീയതി ലോക ചരിത്രത്തിൽ ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം വീണ്ടും രൂപം കൊള്ളുകയാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ഡോക്ടർ ചിയാം വൈസ്മാൻ ചുമതലയേൽക്കുകയാണ്. ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ഡേവിഡ് ബെൻ ഗുറിയോൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ലോകം അസാധ്യമാണെന്ന് പറഞ്ഞ കാര്യം ദൈവം സാധ്യമാക്കുകയാണ്. തന്റെ ജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടുകയാണ്. അതിന് ചരിത്രത്തിൽ പല വിധത്തിൽ ദൈവം ഇടപെട്ടു. ഞാൻ വീണ്ടും വീണ്ടും ആത്മാവിൽ പറയട്ടെ, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാണ്.
ചരിത്രത്തിൽ വാഴുന്നതും ദൈവമായ കർത്താവാണ്. നമ്മൾ ഈ പ്രവചന സത്യങ്ങളെല്ലാം പഠിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഹിസ്റ്ററി റൂളറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാനിയേൽ പ്രവചനത്തിലും മറ്റ് പ്രവചന ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രൊഫസികൾ, ഈ പ്രൊഫസികളെല്ലാം എന്താ വിളിച്ചു പറയുന്നത്? ചരിത്രത്തിൽ ഇപ്പോഴും എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം തന്നെയാണ്. തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോകുവാൻ യഹൂദന്മാർക്ക് അവസരം ലഭിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ കപ്പൽ കയറിയും മറ്റു പല വിധത്തിലും തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് പോകുന്ന കാഴ്ചകൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു നോക്ക്. എന്തുമാത്രം ആഹ്ലാദത്തോടെയാണ്, അഭിമാനത്തോടെയാണ് ഇവിടെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന പുണ്യഭൂമിയിലേക്ക് ഇസ്രായേൽ ജനം നടന്നു നീങ്ങുന്നത്. ദൈവത്തിന്റെ പ്രവർത്തികൾ എത്ര അത്ഭുതകരമാണ്. വ്യക്തികളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ജനതകളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, അതിൽ പ്രധാനമായും ഇസ്രായേലിനെ കുറിച്ചുള്ള ചില പ്രൊഫസീസ് നമ്മൾ കാണുകയാണ്. വീണ്ടും ചില സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ലോകത്തെ ഭരിക്കാൻ പോകുന്ന സാമ്രാജ്യങ്ങൾ. ലോകത്തിൽ ഈ സാമ്രാജ്യങ്ങൾ രൂപപ്പെടുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ദൈവമായ കർത്താവ് തന്റെ പ്രവാചകനിലൂടെ ഈ സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകി കഴിഞ്ഞു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലാണ്. അവിടെ ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ അദ്ദേഹം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. ഈ സ്വപ്നം അദ്ദേഹത്തെ ഒരുപാട് അസ്വസ്ഥനാക്കി. അദ്ദേഹം ഇപ്രകാരം കൽപ്പന പുറപ്പെടുവിച്ചു: ഞാൻ കണ്ട സ്വപ്നവും ആ സ്വപ്നത്തിന്റെ അർത്ഥവും ഈ രാജ്യത്തുള്ള ജ്ഞാനികളും മാന്ത്രികരും എന്നെ അറിയിക്കണം. ഈ കൽപ്പന കേട്ട നിമിഷത്തില് ബാബിലോൺ സാമ്രാജ്യത്തിലുള്ള സകല ജ്ഞാനികളും മാന്ത്രികന്മാരും രാജസന്നിധിയിലെത്തുകയാണ്. അവർ പറഞ്ഞു: അല്ലയോ രാജാവേ, ഞങ്ങളോട് സ്വപ്നം പറയുക, ഞങ്ങൾ അതിനുള്ള വ്യാഖ്യാനം തരാം. രാജാവ് പറഞ്ഞു: ഞാൻ സ്വപ്നം പറയില്ല, ഞാൻ കണ്ട സ്വപ്നവും സ്വപ്നത്തിന്റെ അർത്ഥവും നിങ്ങൾ തന്നെ പറയണം. ഉടനെ ഈ ജ്ഞാനികളും മാന്ത്രികരും ഒരേ സ്വരത്തിൽ പറഞ്ഞു: രാജാവേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സ്വപ്നം ഞങ്ങൾ അറിയിക്കാതെ ഞങ്ങൾ എങ്ങനെ വ്യാഖ്യാനം തരും? നബൂഖദ്നേസർ രാജാവ് അതിബുദ്ധിമാനായിരുന്നു. രാജാവിനറിയാം, സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലുമൊക്കെ ഊഹാപോഹങ്ങൾ വെച്ച് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തനിക്ക് നൽകുമെന്ന്. ഇവരുടെ വ്യാഖ്യാനങ്ങൾ കൃത്യമാണെന്ന് അറിയാൻ വേണ്ടി രാജാവ് പറഞ്ഞു: ഞാൻ കണ്ട സ്വപ്നവും നിങ്ങൾ തന്നെ പറയണം. അവസാനം ഇവർ പറഞ്ഞു: ഞങ്ങൾക്കത് സാധ്യമല്ല, അത് ദേവന്മാർക്ക് മാത്രമേ സാധിക്കൂ, അവര് ഭൂമിയിൽ ഇല്ലതാനും. ഞങ്ങൾ എങ്ങനെ അങ്ങ് കണ്ട സ്വപ്നം അങ്ങേ അറിയിക്കും? രാജാവ് കോപാകുലനായി വിളിച്ചു പറഞ്ഞു: ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും നിങ്ങൾ പറയുന്നില്ലെങ്കിൽ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കി ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. ഈ സമയത്താണ് ദാനിയേൽ അവന്റെ 3 കൂട്ടുകാരും രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. അവർ ഈ വിവരം അറിഞ്ഞു. ദാനിയേൽ രാജസന്നിധിയിലെത്തുകയാണ്. ഏതാനും ദിവസങ്ങൾ തനിക്ക് വേണം. താൻ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും രാജാവിനെ അറിയിക്കാമെന്ന് പറഞ്ഞ് വളരെ ധൈര്യത്തോടെ രാജസന്നിധി മടങ്ങുകയാണ്. താൻ മടങ്ങിച്ചെന്ന് തന്റെ കൂട്ടുകാരോടൊപ്പം ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, ഈ സ്വപ്നം അങ്ങ് വെളിവാക്കി തരണമേ. തന്റെ സുഹൃത്തുക്കളോട് ഈ ആലോചന ദാനിയേൽ പങ്കുവെക്കും. അവർ ഒരുമിച്ച് രാത്രികാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനത്തിൽ രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കർത്താവ് തന്റെ പ്രവാചകനായ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാ. ഹല്ലേലൂയ! എത്ര കൃത്യതയോടുകൂടിയ ദൈവം പ്രവർത്തിക്കുന്നത്. ആമോസ് പ്രവചനം 3:7 പറയുന്നുണ്ട്: ദൈവമായ കർത്താവ് തന്റെ ദാസനായ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ലോകത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദൈവം തന്റെ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ദാനിയേലിന് ദർശനത്തിലൂടെ സ്വപ്നം മനസ്സിലായി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. നമ്മൾ മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങള് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തും. വചനത്തിന്റെ മർമ്മങ്ങൾ കാണുവാൻ നമ്മുടെ ആത്മാവിന്റെ കണ്ണുകളെ കർത്താവ് തുറന്നു തരും.
വചനത്തിന്റെ വെളിപാടുകൾ ഗ്രഹിക്കാൻ തക്കവിധം നമ്മുടെ ആന്തരിക നയനങ്ങളെ പരിശുദ്ധാത്മ പ്രകാശിപ്പിക്കും. കാലത്തെ വ്യാഖ്യാനിക്കുവാനുള്ള ദൈവിക ജ്ഞാനം ദൈവാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. കർത്താവിന്റെ വഴികളിൽ മുന്നേറുവാനും കർത്താവിന്റെ വചനത്തെ പ്രമാണിക്കുവാനുമുള്ള അതിശക്തമായ അഭിഷേക കൃപകളാൽ സ്വർഗം നമ്മളെ സമ്പന്നമാക്കും. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. ദാനിയേലും അവന്റെ 3 സുഹൃത്തുക്കളും രാത്രി അവരൊരുമിച്ച് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ അവർക്കും സുഖമായി ഉറങ്ങാമായിരുന്നു. തങ്ങളുടെ ഉറക്കം മാറ്റിവെച്ച് അവർ വില കൊടുത്ത് ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ രഹസ്യങ്ങൾ അറിയുന്നവനായ ദൈവം തന്റെ പ്രവാചകനെ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വളരെ ആനന്ദത്തോടെ ദാനിയേലെ രാജസന്നിധിയിൽ എത്തിക്കൊണ്ട് ഉണർത്തിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വചനം. നമുക്ക് ഒരുമിച്ച് ആ വചനഭാഗം വായിക്കാം. എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ രാജാവെ അങ്ങേക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ വചനം നമുക്ക് തരുന്ന ആലോചന? രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവം ആരാ പ്രിയപ്പെട്ടവരെ? അവൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ്. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നവനാണ്. ലോക ചരിത്രത്തിൽ സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ അവൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നവനാണ്. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. കാരണം അവൻ സർവജ്ഞാനിയാണ്, ഓമിനിഷ്യന്റ് ആണ്. ദാനിയേൽ നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ദൈവം, ഞാൻ ആശ്രയിക്കുന്നവനായ എന്റെ കർത്താവ് സകല രഹസ്യങ്ങളും അറിയുന്ന സർവജ്ഞാനിയായ ദൈവമാണ്. ഈ കാര്യം ദാനിയേൽ രാജാവിനെ ഉണർത്തിച്ചിട്ട് രാജാവിനോട് പറയുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ ലോക ചരിത്രത്തിൽ വരുന്ന 4 സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന തന്റെ പ്രവാചകനായ ദാനിയേലിലൂടെ ദൈവം നമ്മൾ അറിയിക്കുകയാണ്. രാജാവായ നെബൂഖദ്നേസർ കണ്ട ഈ സ്വപ്നം, അതിന്റെ അർത്ഥവും ദാനിയേൽ രാജാവിനെ വിവരിച്ചു കൊടുക്കുന്ന രംഗമാണ്. ഈ തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വലിയ ആനന്ദത്തോടെ സാധിക്കുന്നവർ സ്ക്രീനിലോട്ട് നോക്കുക. അല്ലാത്തവരെ നിങ്ങൾ വേദപുസ്തകം കൈകളിലെടുത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. രാജാവേ, നീ വലിയൊരു പ്രതിമ കണ്ടു. തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിന്റെ മുൻപിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാരിടവും കരങ്ങളും വെള്ളി കൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പ് കൊണ്ടുമായിരുന്നു. പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതായിരുന്നു. പ്രവാചകനായ ദാനിയേലെ ദൈവം തനിക്ക് വെളിപ്പെടുത്തിയ ഈ രഹസ്യം രാജാവിനെ അറിയിക്കുകയാണ്. രാജാവേ, നീ വലിയൊരു പ്രതിമ കാണുകയാണ്. ആ സ്ക്രീനിലോട്ട് നമ്മൾ നോക്കുക. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വിഷ്വൽസിലും കൂടി കാണണം. അതിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ആ വലിയ പ്രതിമയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ ശിരസ് തനി തങ്കം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. രണ്ടാമത് മാരിടവും കരങ്ങളുമായിരുന്നു. അത് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. മൂന്നാമത് എടുത്തു പറയുന്നത് വയറും തുടകളുമാണ്. അത് ഓടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. നാലാമത് കാലുകളാണ്. അത് ഇരുമ്പ് കൊണ്ടും പാദങ്ങള് ഇരുമ്പും കളിമണ്ണും ചേർന്നുള്ളതായിരുന്നു. ഈ 4 കാര്യങ്ങള് ലോകത്തെ ഭരിക്കാൻ പോകുന്ന 4 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനമായിരുന്നു. ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശിരസ് അത് ബാബിലോൺ സാമ്രാജ്യമാണ്. നെബൂഖദ്നേസറേ, അത് അങ്ങയുടെ തന്നെ സാമ്രാജ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ലോക ചരിത്രത്തിൽ വളരെ പ്രതാപമുള്ള മഹത്വപൂർണമായ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. BC 604 മുതൽ BC 539 വരെ
ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. പേർഷ്യൻ രാജാവായ സൈറസ് ബാബിലോണിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതുവരെ ലോക ചരിത്രത്തിൽ വിളങ്ങി നിന്ന ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. ദാനിയേൽ രാജാവിനെ അറിയിച്ചു, ഈ തങ്കം കൊണ്ടുള്ള ശിരസ് അത് ബാബിലോൺ അങ്ങയുടെ തന്നെ സാമ്രാജ്യമാണ്. രണ്ടാമത് മാരിടം കരവും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. അതെന്താണ്? അത് വരാൻ പോകുന്ന പേർഷ്യൻ സാമ്രാജ്യമാണ്. ലോക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങളാണ്. എത്ര അർത്ഥവത്താണ് ഈ പ്രൊഫസികളെല്ലാം. വരാൻ പോകുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏകദേശം 200 വർഷക്കാലം ചരിത്രത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. BC 539 മുതൽ BC 333 വരെ പേർഷ്യൻ സാമ്രാജ്യം. സൈറസ് തുടങ്ങുന്ന രാജാക്കന്മാരിലൂടെ പേർഷ്യൻ സാമ്രാജ്യം മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത് ആ പ്രതിമയുടെ പ്രത്യേകതയിൽ പറഞ്ഞത് അതിൻ്റെ വയറും തുടകളും ഓടുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ഈ സാമ്രാജ്യം ഗ്രീസ് സാമ്രാജ്യമാണ്. അലക്സാണ്ടറിന്റെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധീനതയുള്ള ഗ്രീസ് സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യത്തെ അലക്സാണ്ടർ വന്ന് കീഴ്പ്പെടുത്തുന്നതുവരെ പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം. എന്നാൽ ഗ്രീസ് അത് കൈയടക്കി. മൂന്നാമത്തെ സാമ്രാജ്യമായിരുന്നു ഗ്രീസ് സാമ്രാജ്യം. ലോക ചരിത്രത്തിൽ ഉയർന്നു വന്ന മറ്റൊരു സാമ്രാജ്യമാണ് BC 63 മുതൽ AD 135 വരെ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപ കാലഘട്ടമായിരുന്നു. AD 467 വരെ റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നുവെങ്കിലും അതിന് പ്രതാപ കാലഘട്ടം BC 63 മുതൽ AD 135 വരെയുള്ള കാലഘട്ടമായിരുന്നു. ലോകത്ത് വരാൻ പോകുന്ന ഈ സാമ്രാജ്യങ്ങളെ കുറിച്ച് തന്നെ, ഈ സാമ്രാജ്യങ്ങൾ ലോകത്തിൽ രൂപപ്പെടുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ പ്രവാചകനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന ഈ പ്രവചനങ്ങൾ, സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ജനതകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ ലോകവ്യാപകമായ ഒരു കഠിനമായ ക്ഷാമം ഉണ്ടാകുമെന്ന് ഹഗബോസ് പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഈ പ്രവചനം ചരിത്രത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. ആ വചനഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അക്കാലത്ത് ജെറുസലേമിൽ പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹഗബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലൗദിയൂസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഈ ക്ഷാമം ഉണ്ടാവുകയാണ്. ഇപ്പൊ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ലോകത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കാണുന്ന തകർച്ചകള്, പകർച്ചവ്യാധികള്, മതപീഡനങ്ങള്, ലോകവ്യാപകമായ അക്രമങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, ഭീകര പ്രവർത്തനങ്ങള്, വിശ്വാസത്യാഗം, പാപത്തിന്റെ അതിപ്രസരം, ഇതെല്ലാം എത്രയെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് കൃത്യമായി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമ്മളിതിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ദൈവവചനത്തെ ആഴത്തിൽ സ്നേഹിക്കുവാനും നമ്മൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. തൻ്റെ വചനം നിവൃത്തിയാക്കുവാൻ കർത്താവ് അതിൻ്റെ പിറകിൽ ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പ്രവചന സത്യങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. അടുത്ത ആഴ്ചയിൽ വ്യക്തികളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, നമ്മുടെ കർത്താവായ ഈശോയെക്കുറിച്ചുള്ള പ്രവചനവും അതിൻ്റെ പൂർത്തീകരണങ്ങളും കർത്താവിൻ്റെ ജീവിതത്തിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. വളരെ പ്രാധാന്യതയുള്ള ഈ തിരുവചന സന്ദേശങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കൂടുതൽ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ, വചനത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളെല്ലാം നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, നിന്റെ പ്രവചനങ്ങൾ, നീ നൽകുന്ന പ്രവചന ദൂതുകള് എത്രയോ കൃത്യമാണ്. പുറമായും ദൈവവചനത്തിൽ ഹൃദയമുറപ്പിച്ച് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാനായി പോവുകയാണ്. നമുക്കെല്ലാവർക്കും ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മളൊരു 3 പ്രാവശ്യം സ്നേഹത്തോടെ അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം, പരിശുദ്ധാത്മ പ്രവർത്തിക്കണം. ഈ തിരുവചന സത്യങ്ങൾ ആത്മാവ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ വചനങ്ങളിൽ വചനത്തിൻ്റെ തീ കത്തണം. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവായി, പ്രാർത്ഥനയുടെ ആത്മാവായി, വചനത്തിൻ്റെ ആത്മാവായി നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലെല്ലാം കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. തിരുവചന സത്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ. വചനത്തെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവേ കൃപ നൽകണമേ. വചനം വായിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, വചനത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദൈവവചന ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, ജനപദങ്ങളിൽ സുവിശേഷത്തിന്റെ തീ പടരുവാൻ പരിശുദ്ധാത്മാവേ ശക്തിയോടെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജനപദങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യമായ രക്ഷ സ്വന്തമാക്കുവാൻ, രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ക്രിസ്തുവിനായി കീഴ്പ്പെടുത്തുവാനുള്ള അഭിഷേക ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം സുവിശേഷവൽക്കരണത്തിന്റെ കാലഘട്ടമാണ്. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി അനേകം ആയിരങ്ങൾ സുവിശേഷ വേലയ്ക്കായി അഭിഷേകത്തോടെ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ആയിരങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ 10,000 ഉണർത്തണമേ. ദൈവരാജ്യത്തിന് കെട്ടുപണികൾക്കായി അനേകം ആയിരങ്ങളെ പരിശുദ്ധാത്മാവെ അനോയിന്റ് ചെയ്യണമേ. അനോയിന്റേഴ്സ് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലമുറ, ജനറേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ആത്മാവേ ജനപദങ്ങളിൽ നിന്ന്, ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് അനേകരെ എഴുന്നേൽപ്പിക്കണമേ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ കീഴ്പ്പെടുത്തും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. യേശുവിനായി, ദൈവരാജ്യത്തിനായി കീഴ്പ്പെടുത്തുന്ന അഭിഷേകം രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ, ജനപദങ്ങളെ യേശുക്രിസ്തുവിനായി ക്ലെയിം ചെയ്ത് അങ്ങ് പാടുകേ. ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തലമുറ, ജനറേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അഭിഷേക തലമുറ, വിശുദ്ധിയുള്ള തലമുറ, വചനത്തിന്റെ തലമുറ, കൃപയുടെ തലമുറ കർത്താവ് ഈ നാളുകളിൽ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ ഉണർന്നെഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. തലമുറ എഴുന്നേൽക്കട്ടെ. ആഗ്രഹിച്ച് എല്ലാവരും ആത്മാവിൽ പാടുകേ. ഒരു തലമുറ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട്, നമ്മുടെ സമൂഹങ്ങളെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങൾ വിശ്വാസത്തിൽ കാണുന്ന ഈ കാഴ്ചകളെ അഭിഷേകം ചെയ്യണമേ, അനോയിന്റ് ചെയ്യണമേ. ദൈവരാജ്യത്തിന്റെ കൃപാവരങ്ങളാൽ ഉജ്ജ്വലിപ്പിക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്, ഫിൽ ഹോളി സ്പിരിറ്റ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. ഞങ്ങൾ അഭിഷേകം ചെയ്യുക, ഞങ്ങൾ അനോയിന്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവേ. യേശുക്രിസ്തുവിനായി രാജ്യങ്ങളെ, ദേശങ്ങളെ, ജനപദങ്ങളെ, ഭൂഖണ്ഡങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വചനത്തെ സ്നേഹിക്കുവാൻ കൃപ തരണമേ. എന്നും വചനം വായിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, ദൈവവചനത്തിൽ വിശ്രമിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിലുള്ള അലസത, ഞങ്ങളിലുള്ള മടി എടുത്തു മാറ്റണമേ. പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും വചനം ധ്യാനിക്കുവാനുമുള്ള ഞങ്ങളുടെ മന്ദതകള്, ഞങ്ങളുടെ നിഷ്ക്രിയത്വങ്ങള് പരിശുദ്ധാത്മാവേ പിഴുതു കളയണമേ. വചന തീയായി, വചനത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷ വഴി കത്തിപ്പടരണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. കർത്താവേ, ഈ തലമുറയുടെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ രാജ്യങ്ങളെ, ദേശങ്ങളെ, ജനപദങ്ങളെ യേശുക്രിസ്തുവിനായി പിടിച്ചെടുക്കുവാനുള്ള അഭിഷേക കൃപകളാലെ ഞങ്ങളേവരെയും നിറയ്ക്കണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ കുടുംബങ്ങൾ അതിനായി അനോയിന്റ് ചെയ്യണമേ. ഞങ്ങളുടെ സമൂഹങ്ങൾ അതിനായി ഉണർത്തണമേ. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ ആത്മാവിനാൽ പൂരിതമാക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവ് നൽകിയ ഈ അഭിഷേകം സ്വന്തമാക്കി കൂടുതൽ ഉണർവോടെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ജീവിക്കാം. പ്രവചന സത്യങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക. റേമ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങളോട് പറയാറുണ്ട്, ഷെക്കേന ടെലിവിഷനെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ഒരുമിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകളും നിങ്ങളുടെ ഹൃദയം തുറന്ന സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും ഈശോയുടെ നാമത്തിൽ ചോദിക്കുകയാണ്. നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.